വാർഡിലാണ് ഞാൻ കിടക്കുന്നത്. സാധാരണ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ പനിക്കുള്ള മെഡിസിൻസ് എനിക്ക് തരുന്നുണ്ട്. ഒരു 3-4 ദിവസമായിട്ട് പനി കുറയുന്നില്ല. തീരെ 3-4 ദിവസമായിട്ട് കുറവില്ല. വന്നപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ICUലോട്ടൊന്ന് മാറ്റണം, കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം ICUലോട്ടൊന്ന് മാറ്റുവാണെന്ന് പറഞ്ഞു. പേടിപ്പിക്കുന്ന രീതിയിലോ അങ്ങനെ ഒന്നുമല്ല, അല്ലെങ്കിൽ ഇച്ചിരി സീരിയസ് ആണെന്നോ ഒന്നും പറഞ്ഞുമില്ല, ഒന്നും അറിയില്ല. നേരെ ICUലോട്ട് മാറ്റി. ICUലോട്ട് ഒരു ദിവസം രാത്രിയിലാണ് മാറ്റുന്നത്. മാറ്റി പിറ്റേ ദിവസം രാവിലേക്കുള്ളിൽ തന്നെ ഇവർ കുറേ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം ഇവർ ഉച്ചയായപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തതിനകത്ത് ശരിക്കും പല ടെസ്റ്റുകളിലും ഹൈ ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ മാക്സിമം ലിമിറ്റിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തല പോലും പൊക്കിയൊന്നും എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റുമോ എന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം. എനിക്ക് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെന്നല്ലാണ്ട് എനിക്ക് വലിയ ഇത് കിട്ടുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ ചെയ്യാം, ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി കഴിഞ്ഞു. അവർ കൈയൊടിയുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടി ഒത്തിരിയേറെ വേരിയേഷനുകൾ എനിക്കുണ്ടായി ആ സമയത്ത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവർ കൈയൊഴിഞ്ഞ് വിട്ടു എന്ന് വെച്ചാൽ അവരുടെ റിസ്ക്കും അവർ മാറ്റി. അപ്പോൾ ഞാനൊരു പഞ്ചായത്ത് മെമ്പർ കൂടെ ആയിരുന്നതുകൊണ്ട് അന്ന് MP ഒക്കെ ഇടപെട്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതെ, അപ്പോൾ ആ സമയത്ത് പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ അന്ന് MP ഒക്കെ വന്നായിരുന്നു, എനിക്കിങ്ങനെ തീരെ വയ്യാന്നുള്ളത് പറഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട് KC വേണുഗോപാൽ സാറൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് സാറ് കൂടെ ഡോക്ടറോട് വിളിച്ചതിൻ്റെ പുറമെയാണ് എന്നെ അവർ ICUലോട്ട് മാറ്റുന്നത്. അപ്പോൾ തന്നെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് എന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു. അപ്പം മെഡിക്കൽ ട്രസ്റ്റിലേക്ക് ഈ ആലപ്പുഴയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിൽ എൻ്റെ ചേച്ചിയും ഉണ്ട്, എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ ചേച്ചി ആംബുലൻസിൽ ഇരുന്ന് കൊണ്ട് പ്രാർത്ഥിച്ചു. എൻ്റെ പൂങ്കാവിൽ തിരുമുറ്റത്ത് ജനിച്ച് വളർന്നതാണ് ഇവള്. എല്ലാ വർഷവുമുള്ള പെസഹ വ്യാഴാഴ്ചയിൽ ദീപക്കാഴ്ചയിൽ അങ്ങയുടെ തിരുമുറ്റത്ത് ദീപനാളം തെളിയിച്ചു കൊള്ളാം, പൂർണ്ണ ആരോഗ്യവതിയായി തിരികെ കിട്ടുവാണെങ്കിൽ ആയുസ്സുള്ളിടത്തോളം കാലം പൂങ്കാവിൻ്റെ തിരുമുറ്റത്ത് ദീപനാളം തെളിയിച്ചു കൊള്ളാമെന്ന് ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് നേർന്നു. അത്ഭുതം എന്ന് പറയട്ടെ, എന്നെ മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുപോയി ചെല്ലുമ്പോൾ തന്നെ അവിടുന്ന് MP വിളിച്ച് പറഞ്ഞേക്കുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് MP വന്നു ഹോസ്പിറ്റലിൽ വന്നിട്ട്, ശരിക്കും പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് വന്നിട്ട് ഡോക്ടറോട് എൻ്റെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് രോഗങ്ങൾ ഭേദമാകാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങളിവിടെ ചെയ്തുള്ള ടെസ്റ്റുകളുടെ എല്ലാം ഞങ്ങൾക്ക് അറിയാം, അപ്പോൾ അതിനെന്ത് പ്രതിവിധി ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾ ഇനി ആളുടെ കാര്യം ഏറ്റു, ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ പൂർണ്ണ ആരോഗ്യതയെ വിട്ടുകൊള്ളാമെന്നൊരു ഉറപ്പ് തന്നു. അതുപോലെ കറക്റ്റ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പോയതിനേക്കാളും പക്കയായി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു.